വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ജൂൾസിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ ഹീറ്റിംഗ് ഓഫ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കൊണ്ട് നമുക്ക് ചില പ്രയോജനങ്ങളുണ്ട്. നമ്മൾക്ക് കുറേ ബുദ്ധിമുട്ടുകളുമുണ്ട്, ഹീറ്റിംഗ് ഇഫക്റ്റും ഉണ്ട്. എന്താണ് ഒരു ബുദ്ധിമുട്ട്? ഈ ഇലക്ട്രിക് മോട്ടറുകൾ നിങ്ങളുടെ വീട്ടിൽ ഈ കിണറ്റിൽ ഒന്ന് വെള്ളം അടിച്ച് കയറ്റാനുള്ള പമ്പ് സെറ്റ്, ആ പമ്പ് സെറ്റ് നിങ്ങൾ വർക്ക് ചെയ്യിക്കുമ്പോൾ, ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യിക്കുമ്പോൾ ആ ഇലക്ട്രിക് മോട്ടോർ ചൂടാകാറുണ്ട്. ആ ചൂട് കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. മാത്രമല്ല മോട്ടറിൻ്റെ വൈൻഡിങ്, അതിനകത്തുള്ള കോയിലുകൾ, ചെമ്പ് കമ്പി ചുരുട്ടിയ അതിനെയാണ് കോയിലെന്ന് പറയുന്നത്. ആ കോയിലുകൾ ചൂടാകുകയും അത് ഉരുകാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ അതൊരു ദോഷവശമാണ്. പക്ഷേ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അത് ഇലക്ട്രിക് മോട്ടറാണെങ്കിൽ അത് ചൂടായിരിക്കും. അപ്പോൾ അതിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ചൂട് പെട്ടെന്ന് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് പോകാനായിട്ടാണ് അതിൻ്റെ പുറമൊക്കെ നമ്മളിങ്ങനെ ഒരു സ്പൈക്സ് പോലെ കൂടുതൽ ഏരിയ ഉണ്ടാക്കത്തക്ക രീതിയിൽ. ഇപ്പോൾ ഇതൊരു മോട്ടറാണെങ്കിൽ ആ മോട്ടറിൻ്റെ ഇതിൽ മുഴുവൻ ഇങ്ങനെ സ്പൈക്സ് പോലെ കാണാം, ഇങ്ങനെ ഒരു വെട്ട് ഉണ്ടാക്കിയേക്കാം. അതായത് അതിൻ്റെ സർഫസ് ഏരിയ കൂട്ടുകയാണ്, അതിൻ്റെ ഏരിയ കൂട്ടുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഹീറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ദോഷവശങ്ങൾ. പക്ഷേ ഇതിന് നല്ല വശങ്ങളും ഉണ്ട്. എന്താണ് നല്ല വശങ്ങൾ? നല്ല വശങ്ങളെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ തേപ്പ് കൂട്ടി, നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഹീറ്റർ ഉണ്ടെങ്കിൽ ആ ഹീറ്റർ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന, അതല്ലെങ്കിൽ നിങ്ങളുടെ വാഷ്റൂമിൽ ഈ വെള്ളം ചൂടാക്കുന്ന ഗീസർ ഉണ്ടെങ്കിൽ ആ ഗീസർ, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. അതേപോലെ തന്നെ ഈ ഇലക്ട്രോണിക്സ് വർക്കൊക്കെ ചെയ്യുന്നവർ വയർ വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോൾഡറിങ് അയൺ, അതെല്ലാം ഈ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പ്രയോജനപ്പെടുത്തുന്ന ചില സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം, അതിൻ്റെ പ്രയോജനങ്ങൾ. നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പഠിച്ചു. എന്താണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്ററിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ, കറണ്ട് കടത്തിവിട്ടാൽ, ഇതിൻ്റെ റെസിസ്റ്റൻസ് 6 ആണെന്നിരിക്കട്ടെ, ഈ റെസിസ്റ്റൻസിൽ നിന്ന് ഹീറ്റ് ഉൽപ്പാദിപ്പിക്കും. ആ ഹീറ്റ് അത്ര എനർജി, ആ ഹീറ്റ് എനർജി എത്രയായിരിക്കും? T സെക്കൻഡ് നേരത്തേക്കാണ് ഇത് കറണ്ട് കടത്തി വിട്ടതെങ്കിൽ ഹീറ്റ് വിൽ ബി ഈക്വൽ ടു, ഹീറ്റ് ജനറേറ്റഡ് വിൽ ബി I²RT. ഇതാണ് ഹീറ്റ് ജനറേറ്റഡ്. അപ്പോൾ ഈ ഹീറ്റ് ജനറേറ്റഡ് ഈ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ഗിവ്സ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ബൈ എ റെസിസ്റ്റർ. ഇനി നമുക്ക് അതിൻ്റെ പ്രയോജനങ്ങൾ പഠിക്കാം. ഒരു പ്രയോജനം എന്താണ്? ഹീറ്റേഴ്സ് 1, നമ്മൾക്ക് ഹീറ്റ് എന്തെങ്കിലും സാധനം ചൂടാക്കണമെങ്കിൽ ഒരു റെസിസ്റ്റർ എടുത്ത് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂടാകും. എല്ലാ റെസിസ്റ്ററുകളും ഇല്ല കേട്ടോ, അതിന് പ്രത്യേകം റെസിസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നത് അതൊരു തരം റെസിസ്റ്റൻസാണ്. അത് സാധാരണഗതിയിൽ കമ്പിച്ചുരുളുകളായിട്ടോ കമ്പിയായിട്ടോ നീണ്ട കമ്പിയൊക്കെ ആയിട്ടായിരിക്കും അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് അത്തരം റെസിസ്റ്ററുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നിക്രോമാണ്. നിക്രോം എന്ന് പറഞ്ഞാൽ നിക്കലും ക്രോമിയവും കൂടിയുള്ള ഒരു അലോയിയാണ്. അതിൽ നിക്കൽ 80% കാണും, ക്രോമിയം 20% കാണും. നിക്കലും ക്രോമിയവും കൂടി കൂട്ടി ഉണ്ടാക്കുന്ന ഒരു അലോയിയാണ് നിക്രോം എന്ന് പറയുന്നത്. ഈ നിക്രോമാണ് സാധാരണഗതിയിൽ ഹീറ്റിംഗ് കോയിലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഹീറ്ററിനകത്തൊക്കെയുള്ള ഹീറ്റിംഗ് കോയിലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തേപ്പ് പൊട്ടിയുടെയൊക്കെ അകത്തൊരു ഹീറ്റിംഗ് കോയിലുണ്ട്, ഇങ്ങനെ പരന്നിരിക്കുന്ന ഒരു ഹീറ്റിംഗ് കോയിലുണ്ട്. നേരിയ സ്ട്രിപ്പായിട്ട് അതുമേൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവും, ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ചൂട് മാത്രം പുറത്തോട്ട് പോകും, കറണ്ട് ഷോക്ക് കിട്ടുകയില്ല. ഇലക്ട്രിക് കറണ്ട് അതിൽ നിന്ന് നമ്മുടെ തേപ്പുപെട്ടിയിലോട്ട് ഫ്ലോ ചെയ്യുകയില്ല. അതിനെ ഇൻസുലേറ്റ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് നിക്രോം. ഈ നിക്രോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വരുന്നതിനേക്കാൾ മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ ചൂടാക്കുന്ന ഒരു റെസിസ്റ്റർ ചൂടാകണമെങ്കിൽ അത് നല്ല ചൂട് ഉൽപ്പാദിപ്പിക്കണം, എന്നാലേ നമുക്ക് പ്രയോജനം പറ്റില്ല. ചെറുതായിട്ടൊന്ന് ചൂടായതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം മോട്ടോർ ചൂടാകുന്ന പോലെ ചെറിയൊരു ചൂടുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നന്നായിട്ട് ചൂടാകണം. ചൂടാകുമ്പോൾ ഒരു സാധനം ചൂടാകുമ്പോൾ അതിനകത്ത് നമുക്കത് ചീത്തയായി പോകാതിരിക്കാൻ, ഒരു ഹീറ്ററിൻ്റെ കോയിൽ ചീത്തയായി പോകാതിരിക്കാനായിട്ട് ഫസ്റ്റ് എന്താ വേണ്ടത്?
അത് ഉരുകിപ്പോകരുത്. ചൂട് കൂടിയിട്ട് ആ ചൂടാകുന്ന വസ്തു തന്നെ ഉരുകിപ്പോകരുത്. സോ ഉരുകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ഹാവ് എ ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ ഹീറ്ററിൻ്റെ കോയിലുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് വേണ്ട ഒരു സ്വഭാവമാണ് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്. ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള ഒരു സാധനമായിരിക്കണം ഉപയോഗിക്കണം. ഹീറ്റിംഗ് കോയിലിന് ഉപയോഗിക്കുന്ന ആ മെറ്റീരിയൽ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം. ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം ഹീറ്ററിൻ്റെ കോയിലുകൾക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യം. 2, രണ്ടാമത് വേണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ അലൂമിനിയം പാത്രങ്ങൾ വീട്ടിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും ആയിട്ട് മുതിർന്നവർ അത് തേച്ച് കഴുകും. നിങ്ങൾക്കും തേച്ച് കഴുകുക കേട്ടോ. അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല വീട്ടിലെ പാത്രങ്ങൾ തേച്ച് കഴുകുക, നിങ്ങൾക്കും തേച്ച് കഴുകാം, കുഴപ്പമൊന്നുമില്ല. അലൂമിനിയം പാത്രങ്ങൾ തേച്ച് കഴുകി കഴിയുമ്പോൾ അത് നല്ല തിളങ്ങിയിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ, അതായത് പിറ്റേ ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാതെ തന്നെ പിറ്റേ ദിവസം എടുത്ത് നോക്കിയാൽ അത് മങ്ങിയിരിക്കുന്ന കാണാം. എന്താ കാര്യമെന്ന് വെച്ചാൽ, അലൂമിനിയം എന്ന് പറയുന്ന മെറ്റീരിയൽ വെറുതെ നമ്മൾ വയ്ക്കുമ്പോൾ അത് അന്തരീക്ഷത്തിൽ ഓക്സിജനുമായിട്ട് അത് കെമിക്കൽ റിയാക്ഷൻ നടക്കും. ആ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് അലൂമിനിയം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഫോം ചെയ്യും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. കെമിസ്ട്രിയിൽ പഠിച്ചതാണല്ലോ ഓക്സിഡേഷൻ. അതായത് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ലയിച്ചിട്ട് അതിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യും. അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം ഓക്സൈഡ്, കോപ്പർ ആണെങ്കിൽ കുപ്രസ് ഓക്സൈഡ് എന്ന്, കുപ്രിക് ഓക്സൈഡ് എന്ന് എന്തൊക്കെ പറയും അതിന്. അപ്പോൾ ഇങ്ങനെ ഓക്സിഡേഷൻ നടക്കും. ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയലിനും ആ ഒരു പ്രത്യേകതയുണ്ട്, ഓക്സിഡേഷൻ നടക്കുക എന്നുള്ള. സ്വർണ്ണത്തിനും അങ്ങനെ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി കുറവാണ്, പക്ഷേ സിൽവറിനുണ്ട് ആ പ്രോപ്പർട്ടി. അതേപോലെ തന്നെ ഈ അലൂമിനിയത്തിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷേ പിറ്റേ ദിവസം നിങ്ങൾ ആ അലൂമിനിയം പാത്രം ഒന്നുകൂടി തേച്ച് കഴുകി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് വീണ്ടും തിളങ്ങും. അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ക്ലീനിങ് ലിക്വിഡോ അല്ലെങ്കിൽ ചാരോ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങളിത് ഉരച്ച് കഴുകുമ്പോൾ, തേച്ച് കഴുകുമ്പോൾ ഈ അലൂമിനിയം ഓക്സൈഡ് എന്ന് പറയുന്ന ലെയർ അവിടെ നിന്ന് ഉതിർന്നു പോകും. അവിടെ നിന്ന് പെട്ടെന്ന് എന്ന് വെച്ചാൽ അലൂമിനിയം ഓക്സൈഡ് ഫോം ചെയ്തിരിക്കുന്ന അലൂമിനിയമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന അത്ര ശക്തമായിട്ടല്ല എന്നർത്ഥം. ഒരാൾ ഒരു സ്ക്രബർ ഉപയോഗിച്ച് കഴുകി കഴിയുമ്പോൾ അലൂമിനിയം ഓക്സൈഡ് പോകും. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. ഓക്സിഡൈസ് ചെയ്യും എല്ലാ മെറ്റീരിയലും, പക്ഷേ ഉണ്ടാകുന്ന ഓക്സൈഡ് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഓക്സൈഡ് പെട്ടെന്ന് തൂത്താൽ പോയി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? പിന്നെയും അലൂമിനിയം ഓക്സിജനുമായിട്ട് നിങ്ങൾ അലൂമിനിയം പാത്രം നിങ്ങൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അലൂമിനിയം ഓക്സിജനുമായിട്ട് ചെറിയൊരു ഓക്സിഡേഷൻ വന്ന് പിന്നെ അലൂമിനിയം ഓക്സൈഡ് പോകും. അടുത്ത കഴുകടിച്ചു ഈ ഓക്സൈഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തൂത്താൽ പോയാൽ അതിൻ്റെ ആ ഓക്സൈഡ് അത്ര ബലത്തിലല്ല അതിന് നിൽക്കുന്നതെന്നർത്ഥം. ഇനി അതും ഇതുമായിട്ടെന്താ ബന്ധം? ഈ ഹീറ്ററിന് ഉപയോഗിക്കുന്ന കോയിലും നിക്രോം എന്ന് പറയുന്ന കോയിലും പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അത് ഓക്സിഡൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എവിടെയോ എഴുതിയത് ഞാൻ വായിച്ചു അങ്ങനെ ചെറിയ ക്ലാസ്സുകളിൽ. പക്ഷെ അങ്ങനെ അല്ല അതിൻ്റെ യാഥാർത്ഥ്യം. നിക്രോം വയറും ചൂടാക്കി കഴിയുമ്പോൾ ഓക്സിഡൈസ് ചെയ്യും. ഈ ചൂടാക്കി കഴിയുമ്പോൾ ഓക്സിഡേഷൻ്റെ വേഗത കൂടും. അലൂമിനിയം പാത്രം നിങ്ങൾ വെറുതെ വെച്ചാലാണ് പെട്ടെന്ന് ഒരു 2 ദിവസം കഴിയുമ്പോഴാണ് മുങ്ങിപ്പോകുന്നത്. ഓക്സിഡേഷൻ വളരെ സ്ലോയിലാണ്. ഇരുമ്പ് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പിക്കുന്ന കാര്യം ഓക്സിഡേഷനാണ്. പക്ഷേ ഈ ചൂടാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യും. മനസ്സിലായി? അതതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ നിക്രോം വയറും ആദ്യം ചൂടാക്കുമ്പോൾ നിങ്ങളൊരു ഹീറ്റർ മേടിച്ച് ആദ്യം അതിന്മേൽ നിക്രോം വയറായിരിക്കും. അത് സാധാരണ ടെമ്പറേച്ചറിൽ ഓക്സിജനുമായിട്ട് കൂടി ഓക്സിഡേഷൻ സംഭവിക്കില്ല നിക്രോമിന്. അതുകൊണ്ടാണ് നിക്രോമിന് ഓക്സിഡേഷൻ സംഭവിക്കില്ല എന്ന് ടെക്സ്റ്റിൽ എഴുതിയതെന്ന് എനിക്ക് തോന്നണം, അല്ലെങ്കിൽ ഏതോ ബുക്കിൽ എഴുതിയതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ നിക്രോം വയർ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ നിക്രോം വയറും നിങ്ങൾ ചൂടാക്കി കഴിയുമ്പോൾ ഓക്സിഡൈസ് ചെയ്യും. നിക്രോമിൽ എന്തൊക്കെയാണുള്ളത്? നിക്കലും ക്രോമിയവും.
ഈ നിക്കലും ക്രോമിയവും കൂടിയുള്ള ഈ കോമ്പൗണ്ടും ചൂടാക്കി കഴിയുമ്പോൾ ഒന്ന് ഓക്സിഡൈസ് ചെയ്യും. എന്നിട്ട് ക്രോമിയം ഓക്സൈഡ് എന്ന് പറയുന്നൊരു സാധനം പറയുന്നൊരു സാധനം ആ ഹീറ്റിംഗ്, ഇതിപ്പോൾ ഒരു ഹീറ്റിംഗ് കോയിലാണെന്നിരിക്കട്ടെ, ഈ ഹീറ്റിംഗ് കോയിൽ ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ചൂടാക്കി. ആ ചൂടാകുന്ന നിമിഷം ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ഓക്സിജനുമായിട്ട് ഇതൊന്ന് കൂടിയിട്ട് ക്രോമിയം ഓക്സൈഡ് എന്ന് പറയുന്നൊരു സാധനം ഇതിനെ കോട്ട് ചെയ്ത് വിടും. അങ്ങനെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രോമിയം ഓക്സൈഡ് വളരെ ശക്തമായിട്ട് ഇതിനെ പിടിച്ചിരിക്കും. അലൂമിനിയം പാത്രത്തിൽ അലൂമിനിയം ഓക്സൈഡ് കളയുന്ന പോലെ, ഇരുമ്പിൽ നിന്ന് തുരുമ്പ് കളയുന്ന പോലെയോ ഒന്ന് തുടച്ചാലോ തൂത്താലോ ഒന്നും ക്രോമിയം ഓക്സൈഡ് പോകില്ല. അതിൻ്റെ അറ്റത്ത് നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ എന്താ ഗുണം? ഇതിൻ്റെ പുറത്തൊരു കോട്ടിങ് വീഴും, ക്രോമിയം ഓക്സൈഡ്. ആദ്യത്തെ ചൂടാക്കലിൽ തന്നെ ഹീറ്റിംഗ് കോയിലിൻ്റെ ചുറ്റും ഒരു ക്രോമിയം ഓക്സൈഡിൻ്റെ കോട്ടിങ് വരും. പിന്നെ ഓക്സിജന് യാതൊരു കാരണവശാലും ഈ നിക്രോം വയറുമായിട്ട് ഓക്സിഡേഷൻ നടക്കില്ല. ഓക്സിജൻ അതിനകത്തോട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല. അതിൻ്റെ പുറമേ ഒരു കോട്ടിങ്ങായി, ഒരു പെയിൻ്റ് അടിച്ച പോലെയായി, ഒരിക്കലും പോകാത്തൊരു പെയിൻ്റ് അടിച്ച പോലെ. അതുകൊണ്ടാണ് നിക്രോം വയർ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിക്രോം വയറിൻ്റെ അല്ലെങ്കിൽ ഹീറ്ററിന് ഉപയോഗിക്കുന്ന വയറിൻ്റെ ഒരു ക്വാളിറ്റി ഹൈ മെൽറ്റിംഗ് പോയിലേക്ക് ചൂടായി വരുമ്പോൾ ഉരുകരുത്. 2 ലോ ഓക്സിഡേഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ നോൺ ഓക്സൈഡിങ് ഒരു മെറ്റീരിയലായിരിക്കണം. മെറ്റീരിയലിൽ ഓക്സിഡേഷൻ നടക്കാത്തൊരു മെറ്റീരിയലായിരിക്കണം. അങ്ങനെ ഒരു മെറ്റൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിക്രോം ഉപയോഗിക്കാൻ, നിക്രോമിൻ്റെ പ്രശ്നം ഇതാണ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ഓക്സിഡേഷൻ ആദ്യം നടക്കും, പിന്നെ അതൊരു കോട്ടിങ് ഫോം ചെയ്തിട്ട് പിന്നെ ഒരിക്കലും ഓക്സിഡേഷൻ നടക്കില്ല, ഒരുപാട് നാൾ നിൽക്കും. ഇനി മൂന്നാമത്തെ ഒരു പോയിൻ്റ് വേണ്ടത്, ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇറ്റ് ഈസ് I² RT. ഇവിടെ നിങ്ങൾക്ക് കാണാം 6 കൂടിക്കഴിയുമ്പോഴും ഹീറ്റ് കൂടും. 6 കൂടിയാൽ H കൂടും. പക്ഷേ അതിൻ്റെ അർത്ഥം ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരെണ്ണം വേണമെന്നല്ല ഹീറ്റിംഗ് കോയിൽ. റെസിസ്റ്റൻസൊക്കെ അതിൻ്റെ എന്താവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉപയോഗിക്കണം. പക്ഷേ ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് വേറൊരു സ്വഭാവമുണ്ട്, കോൾഡ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ റെസിസ്റ്റൻസിനെ കുറിച്ച് കുറച്ച് കാര്യം കൂടി ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. റെസിസ്റ്റിവിറ്റി പറയണമെങ്കിൽ റെസിസ്റ്റൻസിനെ കുറിച്ച് കുറച്ച് കാര്യം പറഞ്ഞു തരണം. നിങ്ങൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ മോട്ടർ വെച്ച് വെള്ളം പമ്പ് ചെയ്യുന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പൈപ്പിൽ നിങ്ങളുടെ വീട്ടിലെ ടാപ്പിൽ നിന്ന് ഒരു ഓസ് വഴി വെള്ളം എടുക്കുന്നതെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ഓസിൻ്റെ ചെറിയ ഓസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നിരിക്കുക. ആ ഓസിൻ്റെ നീളം കൂടുന്തോറും പൈപ്പിൽ നിന്ന് നല്ല ശക്തമായിട്ട് വെള്ളം വന്നാൽ പോലും ഓസിന് നീളം കൂടുതലുണ്ട്. ഓസിൻ്റെ അറ്റത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത്രയും വെള്ളത്തിൻ്റെ പ്രഷർ കിട്ടില്ല. നിങ്ങൾ ടാപ്പ് തുറന്നാൽ കിട്ടുന്ന പ്രഷർ അത്രയും ഓസ് വഴി നിങ്ങൾ പൈപ്പ് വലിച്ച് ദൂരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല, കുറേശ്ശേ വെള്ളമേ വരുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ വെള്ളം കുറയുന്ന കാര്യം പോകുന്ന വഴിക്ക് ഈ പൈപ്പ്, ആ ഓസ് എന്ന് പറയുന്ന സാധനം, സാധാരണ ഒരു പച്ച ഓസൊക്കെ അല്ലേ ഉപയോഗിക്കണം, ആ ഓസ് എന്ന് പറയുന്ന സാധനം ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ഒന്ന് തടസ്സപ്പെടുത്തുന്നതെന്ന് റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും, റെസിസ്റ്റൻ്റ്. ഇത് തന്നെയാണ് ഇലക്ട്രിക് റെസിസ്റ്റൻസിലും വരുന്നത്. ഇങ്ങനെ ഒഴുകും തോറും അതിനെ ഒന്ന് ചെറുതായിട്ട് എതിർക്കും. അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓസിൻ്റെ നീളം കൂടുന്തോറും വെള്ളത്തിൻ്റെ പ്രഷർ കുറഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ വെള്ളത്തിന് കൂടുതൽ റെസിസ്റ്റൻസ് അനുഭവപ്പെടും, ഓസ് കൂടുതൽ റെസിസ്റ്റൻസ് അനുഭവപ്പെടും. ഇത് തന്നെയാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ കാര്യത്തിലും. നിങ്ങളൊരു വയർ എടുത്താൽ ആ വയറിൻ്റെ ലെങ്ത് കൂടും തോറും റെസിസ്റ്റൻസ് കൂടും, R കൂടും, വിൽ ഇൻക്രീസ്. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? നിങ്ങൾക്ക് ചെറിയ പൈപ്പിന് വഴി നിങ്ങളൊരു വലിയ ഓസാണ്, 1.5 ഇഞ്ചിൻ്റെ ഓസാണ് ഈ പൈപ്പിൽ വെച്ചതെങ്കിൽ കറക്റ്റായിട്ട് ഇഷ്ടം പോലെ വെള്ളം വരും അല്ലേ? അതായത് പൈപ്പിൻ്റെ വണ്ണം കൂടുന്തോറും കൂടുതൽ വെള്ളം വരും. ടാപ്പിൽ നിന്ന് ഒഴുകുന്ന വെള്ളം അങ്ങനെ തന്നെ യാതൊരു തടസ്സമില്ലാതെ അത്രയും ഫോഴ്സിൽ തന്നെ ഇങ്ങോട്ട് വന്നോളും. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വണ്ണം കൂടുന്ന ഓസ് ഉപയോഗിക്കും തോറും വെള്ളത്തിൻ്റെ റെസിസ്റ്റൻസ് കുറയും. ഇതുപോലെ തന്നെയാണ് കറണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇതിൻ്റെ വണ്ണം, ഇതിനൊരു വണ്ണമില്ല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇപ്പോൾ ഇതാണ് വയറെന്നിരിക്കട്ടെ, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതിൻ്റെ വണ്ണം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്തോറും, ഇപ്പോൾ പൈപ്പാണെങ്കിൽ ഇതാണ് നമ്മളുടെ
വ്യാസം എന്ന് പറയില്ല, വലിപ്പം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഡയമീറ്റർ, അത് കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും. ഇലക്ട്രിക് കറണ്ടിനും അങ്ങനെ തന്നെയാണ്. അതായത് നീളം കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും, വണ്ണം കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഇനിയൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കയ്യിൽ ഒരേ വണ്ണമുള്ള ഒരേ നീളമുള്ള, വരയ്ക്കുമ്പോൾ ഇച്ചിരി വളഞ്ഞ പോലെ എല്ലാം ഒരേ വണ്ണമാണെന്ന് വിചാരിച്ചോളാം, ഒരേ നീളമുള്ള 3 വയറുകളുണ്ട്, ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാൻ പറ്റുന്ന വയറുകൾ. 3നും ഒരേ വണ്ണം തന്നെയാണ്. വരയ്ക്കുമ്പോൾ ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടാവും, സാരമില്ല. 3നും ഒരേ നീളം തന്നെയാണ്. ഇതൊരെണ്ണം സിൽവർ കൊണ്ടുണ്ടാക്കിയതാണ്, ഇത് ഒരെണ്ണം കോപ്പർ, ഒരെണ്ണം അലൂമിനിയം. ഇനി നിങ്ങൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ഹീറ്റ് അളക്കുക, അല്ലെങ്കിൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ 3ൻ്റെയും റെസിസ്റ്റൻസ് അളന്നാൽ റെസിസ്റ്റൻസ് തുല്യമായിരിക്കില്ല. ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് വരുന്ന അലൂമിനിയത്തിനായിരിക്കും, അതിനേക്കാൾ കുറവായിരിക്കും കോപ്പറിൻ്റെ റെസിസ്റ്റൻസ്, അതിനേക്കാൾ കുറവായിരിക്കും സിൽവറിൻ്റെ, വെള്ളി കൊണ്ടുണ്ടാക്കിയ കമ്പിയുടെ റെസിസ്റ്റൻസ്. ഇതിനൊക്കെ ഒരേ നീളവും ഒരേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നീളം കൂടിയ റെസിസ്റ്റൻസ് കൂടും, വണ്ണം കൂടിയ റെസിസ്റ്റൻസ് കുറയും എന്ന് പറഞ്ഞു. പക്ഷേ ഇത് 3ഉം ഒരേ വണ്ണത്തിലും ഒരേ നീളത്തിലും എടുത്തപ്പോഴും പല പല റെസിസ്റ്റൻസുകൾ കിട്ടി. അതിൻ്റെ കാരണം എന്താണ്? ഓരോ മെറ്റലിനും ഓരോ പ്രോപ്പർട്ടി ഉണ്ട്, റെസിസ്റ്റൻസ്. 3 ഒരേ നീളവും വീതി വണ്ണവും ആണെങ്കിൽ തന്നെയും റെസിസ്റ്റൻസ് മാറാൻ കാര്യം ഒന്ന് അലൂമിനിയം ഒന്ന് കോപ്പർ, വ്യത്യസ്തമായ കോമ്പൗണ്ട് മെറ്റലുകളാണത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ കൂട്ടും? അലൂമിനിയത്തിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അലൂമിനിയത്തിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ഒലക്കയുടെ വണ്ണമുള്ള ഒരു അലൂമിനിയം വയറെടുത്തുകൊണ്ട് വന്നാൽ അതിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. നേരിയ ഒരു കോപ്പർ എടുത്തുകൊണ്ട് വന്നാൽ അതിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ഏരിയ കുറയുന്നുമുണ്ട്. അപ്പോൾ അലൂമിനിയത്തിന് റെസിസ്റ്റൻസ് കുറവാണെന്ന് പറയാൻ പറ്റില്ല, അല്ല കോപ്പറിന് സിൽവറിനും റെസിസ്റ്റൻസ് കൂടുതലാണെന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാര്യം റെസിസ്റ്റൻസ് എന്തിനെ ആശ്രയിച്ചിരിക്കും? അതിൻ്റെ നീളവും വണ്ണത്തെയും ആശ്രയിക്കും, അതിൻ്റെ ഡയമീറ്ററിനെയും അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും അനുസരിച്ചിരിക്കും റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ റെസിസ്റ്റൻസ് ഒരു കോപ്പറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പകരം കോപ്പറിന് ഈ കറണ്ട് കടത്തി വിടുമ്പോൾ, അല്ലെങ്കിൽ അലൂമിനിയത്തിന് കറണ്ട് കടത്തി വിടുമ്പോൾ അതിൻ്റെ പൊതുവായൊരു നേച്ചറുണ്ട്, അതിനെ തടയുക എന്നുള്ളത്, റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിനാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അത് ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും ഉള്ള ഒരു ക്യൂബ് എടുക്കുക. എല്ലാ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുള്ള ഒരു ക്യൂബ് എടുക്കുക. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, എങ്കിലും മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചോളൂ. ഈ 2 ഇങ്ങനെ 1 മീറ്റർ നീളം, ഇത് 1 മീറ്റർ, എല്ലാ സൈഡും 1 മീറ്ററാണ്. അപ്പോൾ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഹൈറ്റും ഒക്കെയുള്ള ഒരു ക്യൂബ് എടുക്കുക. ഇപ്പോൾ ഇതാണെന്ന് ഇരിക്കട്ടെ, ഇതിനിപ്പോൾ ഇച്ചിരി നീളം കൂടുതലുണ്ട്, എങ്കിലും നിങ്ങൾ ഇതാണെന്ന് വിചാരിക്കുക. ഇതൊരു മീറ്റർ, ഇതൊരു മീറ്റർ, ഇതൊരു മീറ്റർ ഉള്ള ഈ 1 മീറ്റർ ക്യൂബിൻ്റെ ഇവിടെ ഞാൻ 2 വയർ കണക്ട് ചെയ്യണം ഇങ്ങനെ. എന്നിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്താൽ കിട്ടുന്നതാണ് ഈ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഇതേപോലെ 1 മീറ്റർ ക്യൂബുള്ള ഒരു കോപ്പർ എടുക്കുക, സിൽവർ എടുക്കുക, അലൂമിനിയം എടുക്കുക, അതിൻ്റെ റെസിസ്റ്റൻസ് അളക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ റെസിസ്റ്റിവിറ്റി എന്താണെന്നൊന്ന് മനസ്സിലാക്കാനാണ്. നമ്മൾ പഠിച്ചു വരുന്ന കാര്യം ഏതാണ്? ഇതിൻ്റെ പ്രത്യേകതകളാണ്, ഹീറ്റിംഗ് കോയിലിൻ്റെ പ്രത്യേകത. ആദ്യത്തെ പ്രത്യേകത എന്തായിരിക്കും? അതിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കണം? ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം. രണ്ടാമത്തത്, പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യപ്പെടരുത്. പെട്ടെന്ന് എല്ലാം കൂടി ഓക്സിഡൈസ് ചെയ്യപ്പെടരുത്. ഇനി വേറൊരു കാര്യമുണ്ട്, അത് ടെക്സ്റ്റുകളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറയുന്നില്ല. ഓക്സിഡൈസ് ചെയ്താൽ പോലും ആ ഓക്സൈഡ് പെട്ടെന്ന് അതിൽ നിന്ന് മാറിപ്പോകരുത്. തൊട്ടാലുടനെ അതിനത് പോകരുത്. മൂന്നാമത്തേത്, ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം.
ഹൈ റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഒരു ഹീറ്റിംഗ് കോയിലിന് ആവശ്യം വേണ്ട പ്രോപ്പർട്ടീസ് ഏതാണെന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്. ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാകണം, 2 ഓക്സിഡേഷൻ ഉണ്ടാകാനേ പാടില്ല, അല്ലെങ്കിൽ ലോ ഓക്സിഡേഷൻ ആയിരിക്കണം, ആ പ്രോപ്പർട്ടി ലോ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി വേണം. 3 ആ മെറ്റീരിയലിന് ഹൈ റെസിസ്റ്റിവിറ്റി വേണം. ഈ 3ഉം ഒത്തിണങ്ങിയ ഒരു മെറ്റീരിയലാണ് നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും കോമ്പൗണ്ട് അലോയി. നിക്കലും ക്രോമിയം 80% നിക്കലും 20% ക്രോമിയം. അതുകൊണ്ടാണ് ഈ ഹീറ്ററിനൊക്കെ നിക്രോം വയറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഹീറ്റർ കോയിലിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളിത് പ്രത്യേകം എഴുതി പഠിച്ചിരിക്കണം. ഒരു ഹീറ്റിംഗ് കോയിലിന് വേണ്ട ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹീറ്റിംഗ് കോയിലിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്, ലോ ഓക്സിഡേഷനാണ്, ദെൻ ഹൈ റെസിസ്റ്റിവിറ്റി വേണം. റെസിസ്റ്റിവിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ, ഇത്രയും മനസ്സിലാക്കുക. നിങ്ങൾ ചെറിയ ക്ലാസ് ഹൈ റെസിസ്റ്റിവിറ്റി, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഓക്കെ, ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു കോമ്പൗണ്ടാണ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലാണ് നിക്രോം. ഓക്കെ, ഇനി നമുക്ക് കൂടാതെ രണ്ടാമത് നമുക്ക് ഈ ഹീറ്റിംഗ് ഇഫക്റ്റ് പ്രയോജനപ്പെടുത്തുന്ന ഒരു സാധനമുണ്ട്. അതിന് പറയുന്ന പേരാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ്. ഫ്യൂസ് എന്താണെന്ന് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വലിക്കുന്ന ഇലക്ട്രിക് കറണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അതിനകത്തൊക്കെ നിങ്ങൾ ഫ്യൂസ് എന്ന് പറഞ്ഞൊരു വെളുത്ത സാധനം കാണും. അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ട്രാൻസ്ഫോമറിൻ്റെ അടുക്കലൊക്കെ പോയി കഴിഞ്ഞാൽ, റോഡിലൊക്കെ വെച്ചേക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അതുമേൽ വലിയ ഫ്യൂസുകൾ കാണും. അതിനെയാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. അതിൻ്റെ പടം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് എന്താണെന്ന് ഇനി നമുക്ക് പഠിക്കാം. ഈ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്ന അതൊരു വെറുതെ ഒരു കമ്പി കഷ്ണമാണ് അതിനകത്ത് ഫ്യൂസായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്യൂസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഫ്യൂസ് ചെയ്യുക, ഉരുകിപ്പോവുക. അതിനാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. ടു ഫ്യൂസ്, ഉരുകിപ്പോവുക. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് എങ്ങാനും ഒഴുകിയാൽ ഒരു സർക്യൂട്ടിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ ആ മെഷീന് വേണ്ട ഇതിനേക്കാൾ കൂടുതൽ കറണ്ട് എങ്ങാനും ഒഴുകിക്കഴിഞ്ഞാൽ ഈ കമ്പിയിലൂടെ ആയിരിക്കണം അത് ഒഴുകണം. ഫസ്റ്റ് എല്ലാ കറണ്ടും ഈ കമ്പിയിലൂടെ ഒഴുകണമെന്ന് നമ്മൾ ഉറപ്പാക്കണം. അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു ഫ്യൂസ് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂസ് ഇലക്ട്രിസിറ്റി ലൈനിൻ്റെ അവിടെ, നിങ്ങളുടെ മീറ്ററിൻ്റെ അവിടെ ഒരു ഫ്യൂസ് കാണും. ആ ഫ്യൂസ് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നിർബന്ധമാണ്, ആ ഫ്യൂസിനകത്തുകൂടി തന്നെ, ആ വയറിനകത്തുകൂടി തന്നെ, ഫ്യൂസ് എന്ന് പറഞ്ഞ സാധനം ഒരു കമ്പി ഇങ്ങനെ കെട്ടിയതാണ് ഫ്യൂസ് വയർ. ആ കമ്പിയിലൂടെ തന്നെ മുഴുവൻ കറണ്ട് ഒഴുകണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പോഴേ നിങ്ങൾ വാൽവ് വെക്കുകയല്ലേ വാട്ടർ ടാങ്കിന്, ഇങ്ങനെ വാൽവ് വെക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ പൈപ്പ് പൊട്ടുകയോ ചെയ്തെന്നിരിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ കണ്ടുമാനം വെള്ളം ഒഴുകിപ്പോവുകയാണ്. നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയും എന്താ ചെയ്യണം? ആദ്യം ഇവിടെ ഒരു വാൽവ് ഉണ്ടാവും. ഈ വാൽവ് വന്ന് അടച്ച് കളയും, വെള്ളത്തിൻ്റെ ഒഴുക്കിനെ നിർത്തിക്കളയും. അതൊരു പൊട്ടിയ പൈപ്പിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് നിൽക്കും. മനസ്സിലായേ? അപ്പോൾ ഏതെങ്കിലും രീതിയിൽ വെള്ളം ലീക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ അപ്പം തന്നെ പോയിട്ട് ഈ ടാപ്പ് വാൽവ് അടച്ച് കളയും വാട്ടർ ടാങ്കിൻ്റെ. ഇത് തന്നെയാണ് ഫ്യൂസും ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിൽ കറണ്ട് കൂടുതലായിട്ട് ഒഴുകുന്നു എന്ന് കണ്ടാൽ ഇത് തന്നെ പൊട്ടിപ്പോവും. ഇവിടെ ഇതാണ് ഫ്യൂസ് എന്നിരിക്കട്ടെ, ഇതാണ് ഫ്യൂസ് എന്ന് പറയാം. ഈ ഫ്യൂസ് വയർ, അതായത് ഇതിനകത്തുകൂടി ഏതെങ്കിലും രീതിയിൽ ലീക്ക് വരിക എന്നുവെച്ചാൽ കൂടുതൽ കറണ്ട് ഒഴുകിയാൽ ഇത് ഉടനെ തന്നെ ഈ സർക്യൂട്ട് കട്ട് ചെയ്ത് കളയും. ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കട്ട് ചെയ്യണ പോലെ കറണ്ടിൻ്റെ ഒഴുക്ക് കട്ട് ചെയ്തിട്ട് ഇതങ്ങോട്ട് മുറിഞ്ഞു പോവും, ഉരുകി പോവും. പിന്നെ കറണ്ടിന് ഒഴുകാൻ പറ്റില്ല, വാൽവ് അടച്ച പോലെയായി. ഇതാണ് ഫ്യൂസ് ചെയ്യുന്ന ധർമ്മം. ഈ വീട്ടിൽ വാട്ടർ ടാങ്കിന് ലീക്ക് കണ്ടാൽ നിങ്ങൾ ചെന്ന് മെയിൻ വാൽവ് അടയ്ക്കുന്ന പോലെ എവിടെ കറണ്ടിന് ലീക്ക് വന്നു അവിടെ നിങ്ങൾക്ക്
അടച്ച് അതിൻ്റെ വെള്ളം ഒഴുക്ക് തടയുന്ന പോലെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഒഴുക്കിനെ തടയിക്കുന്ന, ഓട്ടോമാറ്റിക്കായിട്ട് തടയിക്കുന്ന ഒരു സാധനമാണ് സേഫ്റ്റി ഫ്യൂസ്. ആ സേഫ്റ്റി ഫ്യൂസ് ഉരുകാൻ കാരണം ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ്. അപ്പോൾ ഇനി ഈ ഫ്യൂസ് വയറിന് ചില ക്വാളിറ്റികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, എങ്ങനെ അത് കണക്ട് ചെയ്യണം. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ ഫ്യൂസ് വയറിനകത്ത് കൂടി തന്നെ കറണ്ട് ഒഴുകണം എന്ന് പറഞ്ഞു, എല്ലാ കറണ്ടും. അല്ലെങ്കിൽ ഏത് എക്യുപ്മെൻറ്റ് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണോ അതിലേക്ക് ഒഴുകുന്ന കറണ്ട് എല്ലാം തന്നെ ഈ ഫ്യൂസ് വയറിലൂടെ തന്നെ ഒഴുകണം. നിങ്ങളൊന്ന് ആലോചിച്ചേ, നിങ്ങളുടെ പ്ലംബർ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചെന്നിരിക്കട്ടെ. രണ്ട് പൈപ്പ്, ഇതിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകും, ഇതിലൂടെ ഒഴുകും, ഇതിലൂടെ ഒഴുകും. ഈ വാൽവ് ഇപ്പോൾ തുറന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക, രണ്ടിലൂടെയും വെള്ളം ഒഴുകും. നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ ഒരു പൈപ്പ് പൊട്ടി, ഇവിടെ ഈ പൈപ്പ് ഒന്ന് പൊട്ടിപ്പോയി, ഇങ്ങനെ പൈപ്പ് വലിച്ചേക്കായിരുന്നു, ഇവിടെ വെച്ച് പൈപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ വെള്ളം ഇങ്ങനെ പുറത്തോട്ട് ചീറ്റുകയാണ്. നിങ്ങൾക്ക് ഈ വാൽവ് അടയ്ക്കാനറിയാം, വാൽവ് ഉണ്ടെന്നറിയാം. നിങ്ങൾ പോയി ഈ വാൽവ് അടച്ചാൽ ഈ വെള്ളച്ചാട്ടം നിൽക്കുമോ? ഇല്ല. കാരണം ഈ പൈപ്പിലെ വെള്ളം ഒഴുക്ക് നിൽക്കും, പക്ഷേ ഇതിലൂടെ ഒഴുകും. അപ്പോൾ ഇങ്ങനെ വാൽവ് പിടിപ്പിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? വെള്ളം നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം പിടിപ്പിക്കരുത്, വാൽവ് പിടിപ്പിക്കരുത്. വാൽവ് എപ്പോഴും ആ പൈപ്പിൽ തന്നെ കണക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ വാൽവ് എപ്പോഴും പൈപ്പിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. സീരീസ് കണക്ഷൻ എന്ന് പറയും. ആ പൈപ്പിലെ മുഴുവൻ വെള്ളം ആ വാൽവിനകത്തൂടി തന്നെ ഒഴുകിക്കൊണ്ടിരിക്കണം. അടയ്ക്കുമ്പോൾ അത് നിൽക്കുകയും വേണം. സോ ഈ വാൽവ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന പോലെ സേഫ്റ്റി ഫ്യൂസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. നിങ്ങളോട് ഞാൻ പറഞ്ഞു സീരീസും പാരലലും എന്താണ്. അപ്പോൾ ഇത്രയും കാര്യം ഈ വീഡിയോയിൽ മനസ്സിലാക്കുക. ഇനി ഈ സേഫ്റ്റി വാൽവിനെ കുറിച്ച് കുറച്ചധികം പറയാനുണ്ട്. അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊന്നും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഈ സേഫ്റ്റി ഫ്യൂസ് എങ്ങനെ പ്രവർത്തിപ്പിക്കുക, എങ്ങനെ ഇരിക്കണം, അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെ ഇരിക്കണം, എങ്ങനെയാണ് സേഫ്റ്റി ഫ്യൂസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ താങ്ക് യു. ഓക്കെ.